ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ. പിന്നെ ഇതിൽ നല്ല റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇന്നിപ്പോൾ ഈവനിങ് ആവുമ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഉച്ചക്ക് ചോറെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈവനിങ് ആവുമ്പോൾ അല്ലെങ്കിൽ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കലുണ്ട്. ഇന്ന് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. ഇങ്ങനെ ഈവനിങ് ആകുമ്പോൾ അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വെക്കുന്നില്ലേ. അപ്പോൾ പഴം ഉണ്ടായിന്. ഇത് നല്ല പഴുത്തിട്ടുമില്ല അധികം പഴുപ്പില്ലാത്തതല്ല, ഒരു മീഡിയം സൈസിലുള്ള പഴമാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ നമുക്ക് ഫ്രോസണായിട്ട് കുറേ ദിവസം വെക്കാൻ പറ്റുന്നല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ 4-5 പഴം മാത്രമേ ഉണ്ടായിട്ടു. അതിപ്പോൾ ഇതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ചെറിയ കഷ്ണാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ആവി പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതാണ്. ഇത് വേഗം ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലല്ലേ പിന്നെ വേഗം വെന്ത് കിട്ടും. ആവി പാത്രത്തിലാവുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഇതാ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മുന്തിരിയും പിന്നെ കാഷ്യൂ ഇല്ലേ അതും കൂടി കുറച്ച് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അത് രണ്ടും നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇല്ലേ ഇവിടെ സമയം പോകുന്നത് ഒട്ടും അറിയുന്നേ ഇല്ല കേട്ടോ. കാരണം ഇപ്പം വിൻ്റർ ആയതുകൊണ്ടില്ലേ ബാങ്കിൻ്റെ സമയമെല്ലാം ഇപ്പം നേരത്തെയാണ്. പിന്നെ ഈവനിങ്ങും അങ്ങനെയാണ്. 5 മണിയെല്ലാം ആയെങ്കിൽ പിന്നെ വെളിച്ചെല്ലാം പോയിട്ടില്ലേ രാത്രി ആയ പോലെ ഉണ്ടാവും. ഇങ്ങനെ ടൈം നോക്കുമ്പോൾ 5 മണി 5:30 ആ ടൈമേ ഉണ്ടാവും. പക്ഷേ ഫുൾ ഇരുട്ടായിരിക്കും പുറത്തെല്ലാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ടൈം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഉച്ചക്കാണ്. ഉച്ചക്ക് എണീച്ചിട്ട് പിന്നെ ചോറ് ആക്കി അതെല്ലാം കഴിച്ച് ഈവനിങ് ആകുമ്പോഴേക്കില്ലേ വേഗം രാത്രി ആയ പോലെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒട്ടും സമയം കിട്ടാത്ത പോലെയാണ്. ഈ വിൻ്റർ ആകുമ്പോൾ അങ്ങനെയല്ല, ബാങ്കിൻ്റെ ടൈമെല്ലാം നേരത്തെ ആയിപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതാ മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം ഞാൻ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടേ അതേ നെയ്യിലേക്കില്ലേ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 1.5 കപ്പ് തേങ്ങയോളം വരും കേട്ടോ. ഇത് നല്ലോണം ഉണങ്ങിയ തേങ്ങയല്ല, കുറച്ച് ഒരു സോഫ്റ്റായിട്ടുള്ള തേങ്ങയില്ലേ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ പണ്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ മധുരം നിങ്ങളെ ഇഷ്ടമനുസരിച്ചിന് ഇട്ട് കൊടുക്കുക. അധികം മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക, വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗറെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ. തേങ്ങ ഇങ്ങനെ ഡ്രൈ ആയി പോയാലില്ലേ പിന്നെ പണ്ടൊരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടായില്ല. ഇങ്ങനെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പണ്ടം കിട്ടുന്നില്ലേ, അതിന് വേണ്ടിയിട്ടില്ലേ അധികം ഡ്രൈ ആക്കാതെ ഈ തേങ്ങയില്ലേ ചെറിയ തീയിൽ തന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. ആ ഷുഗറെല്ലാം ഒന്ന് മെൽട്ടാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക മുഴുവനായിട്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ ഇത് ആ പഴം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ആ ഫില്ലിങ്ങിൻ്റെ തേങ്ങയിൽ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച മുന്തിരിയും കാഷ്യൂം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലൊരു ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ് ആകുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉന്നക്കായ കഴിക്കുന്ന ടൈമിൽ അധികം ഡ്രൈ ആക്കാതെ നോക്കാം കേട്ടോ ഫില്ലിങ്.
ഇനിയിപ്പോൾ ഇതാ മെയിൻ ടാസ്ക് അറിയുന്നത് ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുന്നില്ലേ, അത് നല്ല ടാസ്ക്കാണ് കേട്ടോ എനിക്ക്. ഞാനിപ്പോൾ ഇതാ മെല്ലെ മെല്ലെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചൂടാറിയാലില്ലേ പിന്നെ ഉടച്ചെടുക്കുമ്പോൾ ഒരു കട്ട കട്ട ആ ഒരു ഫീലാവും. അത് ചൂടോടുകൂടി ഉടച്ചാലില്ലേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും. കാരണം നമ്മൾ മിക്സിയിലിട്ടൊന്നും അരക്കുന്നതല്ലോ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടോ അല്ലെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒടിച്ചെടുക്കുന്നതല്ലേ. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റായിട്ടുള്ള പഴമാണ്, അതുകൊണ്ട് നല്ലോണം ഇങ്ങനൊരു വെള്ളം പോലത്തെ ഒരു ടെക്സ്ചർ ഉണ്ടായിന്. അപ്പോൾ ഇതിലേക്ക് എന്തായാലും അരിപ്പൊടി കുറച്ച് ഇടേണ്ടി വരും. നല്ല ഉറപ്പുള്ള പഴലാണെങ്കിൽ അരിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ലൂസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടാൽ നല്ല ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും, നല്ല ഡ്രൈ ആയിട്ടുള്ള. ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഇങ്ങനെ പഴത്തിനെ കൊണ്ടുണ്ടാക്കുന്ന ഏത് സ്നാക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ശരിക്കും പഴം പച്ചക്ക് എപ്പോഴെങ്കിലും കഴിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഒരു സ്നാക്കും എനിക്ക് ഇഷ്ടമല്ല. അതിൽ പഴംപൊരി എപ്പോഴെങ്കിലും കഴിക്കും, ഇങ്ങനെ ആഗ്രഹം തോന്നിയാൽ മാത്രം. ഈ ഉന്നക്കായ് പിന്നെ കായ്പോള ഇങ്ങനത്തെ ഐറ്റംസ് ശരിക്കും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കലേ ഇല്ല കേട്ടോ. ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാൽ മാത്രം കുറച്ച് കഴിക്കുന്നതല്ലാതെ ഇല്ലേ, ഇതിനോട് വലിയൊരു ക്രേസോ ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചിട്ടാണ് കേട്ടോ, പഴത്തിനെ കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് ഉനൈസിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. ഇങ്ങനെ പഴം വെച്ചിട്ടില്ലേ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. ഇങ്ങനെ ഉന്നക്കായ് കായ്പോളയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കായ്പോള ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നതല്ലേ. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലെല്ലാം ഇത് പിന്നെ എണ്ണയിലിട്ടിട്ട് അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പണി പിടിച്ച കാര്യമായോണ്ടില്ലേ ഇങ്ങനെ മടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കലുണ്ടായതാ. പിന്നെ എന്തായാലും വിൻ്ററിലാവുമ്പോൾ ഇങ്ങനെ ചായൻ്റെ ഒപ്പം എല്ലാം കടിയെല്ലാം കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇല്ലേ തണുപ്പെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ടായതേ ഉള്ളൂ. പുറത്തെല്ലാം രാത്രിക്കെല്ലാം നല്ല തണുപ്പുണ്ടാകുന്നു, നല്ല കാറ്റല്ല പുറത്ത്. ആ ടൈമിലെല്ലാം പോകുമ്പോൾ ഇല്ലേ ഇങ്ങനെ കുട്ടികളെല്ലാം പോകുമ്പോൾ നല്ല തണുപ്പുണ്ടാകുന്നു രാത്രി. ഇപ്പം എന്തായാലും തണുപ്പിടുന്ന ആ ഡ്രസ്സിലിട്ടിട്ടേ പുറത്ത് വാങ്ങും നൈറ്റെല്ലാം പുറത്ത് പോകുമ്പോൾ. പക്ഷെ പകലെല്ലാം റൂമിലിരിക്കുന്ന ടൈമിൽ അങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നൂല. പക്ഷെ എന്നാലും തണുപ്പ് ഇങ്ങനെ സ്റ്റാർട്ടായിക്കൊണ്ട് വരുന്നുള്ളതാ. ഈ തണുപ്പ് സ്റ്റാർട്ടാകുന്ന ടൈമിൽ തന്നെ ഇല്ലേ മടിയും പിടിക്കും, പിന്നെ നമുക്കിങ്ങനെ ഉറക്കം വരില്ല. നല്ല തണുപ്പുണ്ട ടൈമിലെല്ലാം ഇങ്ങനെ പൊച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. ഈ തണുപ്പിന് എനിക്ക് ശരിക്കുമല്ലേ എപ്പം മടി പിടിക്കലാണ് കേട്ടോ, ഇങ്ങനെ ഉറങ്ങാമെന്ന് തന്നെ വിചാരിക്കല ഈ ടൈമിലെല്ലാം. ഈ ഉന്നക്കായൻ്റെ ഷെയ്പ്പാക്കാനൊന്നും എനിക്ക് വലിയ അറിയില്ല കേട്ടോ. ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കല്ലോ ഈ സ്നാക്ക്. ഇങ്ങനെ എപ്പോൾ ഉണ്ടാക്കുന്ന സ്നാക്കൊന്നുമല്ല ഇത്. ശരിക്കും എനിക്കിതിൻ്റെ ആ ഒരു ഇതറിയില്ല, ഷെയ്പ്പ് എങ്ങനെ ആക്കണ്ടേന്ന്. ഞാനിപ്പോൾ കുറച്ച് വലുത് തന്നെ ആക്കുന്നത്, കാരണം 1 or 2 മാത്രം കഴിച്ചാൽ മതിയല്ലോ വലുതാവുമ്പോൾ. ചെറുതാകുമ്പോൾ ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാനും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വലുതാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്പ്പിലെല്ലാം ചെറിയ വ്യത്യാസമെല്ലാം ഉണ്ടാവും, കാരണം എനിക്കങ്ങനെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടായിട്ടാ. എൻ്റെ വീഡിയോസ് കാണുന്നുള്ളവരല്ലേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. കാരണം ഇപ്പം ഞാൻ അധികം വീഡിയോസ് കഷ്ടപ്പെടുന്നുണ്ടത് വാച്ച് അവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഇല്ലേ വാച്ച് അവർ എനിക്ക് ഫുള്ളായിട്ടൊന്നും കിട്ടൂല. ഇപ്പം ഞാൻ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. കാരണം 1K സബ്സ്ക്രൈബർ കഴിഞ്ഞു. പിന്നെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് 4000 ഹവേഴ്സ് ഫുള്ളാവണം, എന്നിട്ടേ നമുക്ക് ആ പ്രോസസ്സ് നടക്കുകയുള്ളൂ. കാരണം ഈ ഹവേഴ്സ് കിട്ടണമെങ്കിലില്ലേ
സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം കേട്ടോ. നമ്മളെ വ്യൂസിനനുസരിച്ചിട്ട് അതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലില്ലേ എനിക്ക് വേഗം 4000 ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിരിക്കില്ല വീഡിയോസ് ഒന്നും വേണ്ടായിട്ട്. കാരണം ഈ ഡിസംബർ 21 ആവുമ്പോൾ 1 ഇയർ ആവും ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 1 ഇയറിൻ്റെ ഉള്ളിൽ 4000 മണിക്കൂർ ആക്കണം എന്നല്ല ഉണ്ടായിന്. പക്ഷെ നടക്കുമെന്നൊന്നും അറിയില്ല. കാരണം ഞാനിപ്പോൾ അവിടത്തേക്ക് എത്തണത്ര. അതുകൊണ്ടില്ലേ വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ മാക്സിമം എനിക്ക് കഴിയുന്നത് ഞാൻ മാക്സിമം വീഡിയോസെല്ലാം ഇട്ടിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ നോക്കും. പക്ഷേ ഇപ്പോൾ ഡിസംബർ 21 എത്രയോ ദിവസമുള്ളൂ. അപ്പം ഫുള്ളാവുമെന്നൊന്നും അറിയില്ല. അത് നമ്മളെ ഭാഗ്യം അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. കാരണം 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോൻ്റെ വാച്ച് അവരെല്ലാം കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയ പോലെയാവും. നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എന്തെങ്കിലും ഇതിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ല എന്തായാലും എല്ലാവരും തുടങ്ങുന്നുള്ളത്. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇപ്പോൾ ഇതാ ഉന്നക്കായാലും റെഡിയാക്കി ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിക്കാനൊന്നും എടുത്തിട്ടാ, ഇതിപ്പോൾ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുന്ന. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം ഒന്ന് വാഷാക്കാനുണ്ടായിന്. അതെല്ലാം ഇപ്പോൾ ഒന്ന് വാഷാക്കാൻ ഇടുന്ന. 2 ദിവസം കൂടുമ്പോൾ അല്ലേ ഡ്രസ്സെല്ലാം വാഷാക്കുന്നത്. ഞാൻ ഈവനിങ് ടൈം ആകുമ്പോൾ കേട്ടോ ഇപ്പം വാഷാക്കലെല്ലാം ഉള്ളത്. നാട്ടിലെല്ലാം ആകുമ്പോൾ രാവിലെ എണീച്ചിട്ടല്ലേ നമ്മൾ ഡ്രസ്സെല്ലാം അലക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ലേ ഞാനിങ്ങനെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ അലക്കാനിടൽ. പിന്നെ അത് മഗ്‌രിബിൻ്റെ ടൈമിലിട്ടല്ലേ പിന്നെ നിസ്കാരം ഓതലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേക്ക് അത് റെഡി ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് ആറിയിടാനേ ഉണ്ടാവും. എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആയിന്ന് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ 1 ഇയറിലേക്കെല്ലാം എത്തുമെന്ന്. ഇടയ്ക്കെല്ലാം ഞാൻ കുറേ ഇങ്ങനെ മതിയാക്കി പോവാമെന്നെല്ലാം വിചാരിച്ചിന്. കാരണം മടിയും പിടിച്ച് പിന്നെ കുട്ടികളെല്ലാം ആകുമ്പോൾ ഇല്ലേ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നുള്ളത്. കുട്ടികളെയും കൊണ്ടെല്ലാം വീഡിയോ എടുക്കുന്നവർക്കറിയായിരിക്കും നല്ല ടാസ്ക്കാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനെല്ലാം. ഇപ്പോൾ കാണുന്നവർക്ക് നല്ല രസമായിരിക്കും ഇങ്ങനെ നമ്മളെല്ലാം കട്ടാക്കി എഡിറ്റാക്കി എല്ലാം ഇടുന്നല്ലേ. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ സൗണ്ടെല്ലാം നമ്മൾ ഒറിജിനൽ സൗണ്ട് ഇട്ടാലില്ലേ കുട്ടികളുടെതും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ടില്ലേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തതും ഇവിടത്തേക്ക് എത്തിയതെല്ലാം. അതെല്ലാം ഓർക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഇവിടത്തേക്ക് എത്തിയത് തന്നെ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കുരുമുളകിൻ്റെ പൊടി തീർന്നിട്ടുണ്ടായിന്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ടായതാ. അത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊടി തീരുന്ന ടൈമിൽ അത് നല്ലപോലെ കഴുകി എടുത്തിട്ടില്ലേ ഇങ്ങനെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കും. ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ ഇല്ലേ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കലാണ്. ഇങ്ങനെ കുരുമുളകെല്ലാം ഒരു പൊട്ടുന്ന സൗണ്ട് ആകുമ്പോൾ ഇല്ലേ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. ആ ടൈം ആകുമ്പോഴേക്ക് നല്ല പോലെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ടാകും. ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താലല്ലേ ഇതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെപ്പർ പൗഡർ കിട്ടും കേട്ടോ. ഞാൻ അധികവും ഇങ്ങനെ പൊടിച്ചെടുക്കൽ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങലൊന്നുമില്ല. ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടിയില്ലേ അങ്ങനെ പാക്കറ്റ് വാങ്ങുന്നത് കുറവ് തന്നെയാണ്. അധികം ഞാനിങ്ങനെ പൊടിച്ചെടുക്കലാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് അധികം തന്നെ കൊണ്ടുവന്നുകൊണ്ടില്ലേ കുറേ നാളേക്കായിന്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കുരുമുളക് വാങ്ങിയിട്ട് ഇങ്ങനെ കഴുകി വറുത്ത് പൊടിച്ചെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റെല്ലാം ആയിരിക്കും ഈ പൊടിക്ക്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നതിനും കാട്ടില്ലേ ഇങ്ങനെ ഒന്നാക്കി വെച്ചാലില്ലേ കുറേ നാളേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് വെച്ചാൽ മതി.
ഐഷുവിനെ ഞാനിപ്പോൾ ഓൺലൈൻ മദ്രസയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി. അൽമിസ്ക് എന്ന് പറയുന്ന ഓൺലൈൻ മദ്രസയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നുള്ളത്. അതുകൊണ്ട് നല്ല പോലെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. ഐഷുവിന് നല്ല ഇഷ്ടമാണ് ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ്സും ഉണ്ട്, 3 ദിവസത്തെ ക്ലാസ്സും ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 3 ദിവസത്തെ ക്ലാസ്സാണ്. അതിൽ 3 ദിവസം ക്ലാസ് എടുത്താൽ പിന്നെ ബാക്കിയുള്ള ദിവസം ഞാനിങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്തെല്ലാം ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കുട്ടിക്കൊന്ന് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ കുട്ടീനെ ഇങ്ങനെ ബോറടിപ്പിക്കാതെ നല്ല ആക്റ്റീവായിട്ട് ഇരുത്താൻ പറ്റുന്നുണ്ട് ക്ലാസ്സിൽ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിൽ ചേർക്കണം എന്ന് ആഗ്രഹം ഉണ്ടവർ ഞാൻ താഴെ നമ്പർ കൊടുക്കുക, അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്ലാസ്സാണ്, നല്ല പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അബ്രോഡിലുള്ളവർക്കെല്ലാം ഇങ്ങനെ മദ്രസയിൽ പോകാൻ കഴിയാത്തവർക്ക് ഇതിൽ നല്ലതാണ് കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നാട്ടിലുണ്ടവർക്കും ഓൺലൈനിലായിട്ട് പഠിക്കണം എന്നുണ്ടവർക്ക് പഠിക്കാം കേട്ടോ. ഇതിൽ അബ്രോഡുള്ളവർക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും പഠിക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ് എടുക്കുന്നുള്ളത്. ഐഷുവിനിങ്ങനെ പഠിക്കാനെല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണെന്നറിയില്ല, നല്ല ഇൻട്രസ്റ്റാണ് പഠിക്കാനെല്ലാം. അങ്ങനെ ഇത് മറന്നുകൊണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ, ഞാനെല്ലാം ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഫസ്റ്റ് ടൈം പഠിക്കുന്ന ടൈമിൽ അങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് എഴുതാനെല്ലാം ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കൈ പിടിച്ചിട്ടെല്ലാം ഇങ്ങനെ എഴുതി പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഗ്രില്ല് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചിക്കന് ഞാൻ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഹാഫ് ചിക്കനാണ് ഉണ്ടായത്. നമുക്ക് പിന്നെ അത്ര തന്നെ മതിയാവും. ഇങ്ങനെ ഫുൾ ചിക്കൻ ആക്കിയാൽ പിന്നെ ഇപ്പം അത് പിന്നെ ബാക്കിയാവും. ഇങ്ങനെ ഹാഫ് ആക്കിയാലില്ലേ വേഗം കഴിഞ്ഞു പോകും, ഇങ്ങനെ ബാക്കിയാവാനൊന്നും ഉണ്ടാവില്ല. ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് കേട്ടോ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക. ഞാനൊരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിതിൻ്റെ ഫുൾ റെസിപ്പിയും ഫുൾ വീഡിയോ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ കാണും. ഇനിയിപ്പോൾ ഇതാ ഗ്രില്ലൊന്ന് ആക്കാൻ വെച്ചതാണ്. ഇനിയിപ്പോൾ പത്തൽ ചൂടാനുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വെച്ച കടലക്കറിയും ഉണ്ടായിനി. അതെല്ലാം കൂട്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. എയർ ഫ്രയറിലില്ലേ നമുക്ക് പെട്ടെന്ന് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. 0 ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. ഇതിൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഡിന്നറെല്ലാം കഴിക്കുന്നതാണ്. ഇന്ന് വലിയ സ്പെഷ്യലൊന്നും ഇല്ല, ഇതെല്ലാം തന്നെയാണ് കേട്ടോ. നമ്മൾ അധികം അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ആക്കലില്ല. ഇടയ്ക്കെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കും. ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കൂട്ടാ. അങ്ങനെ കളയാൻ എനിക്ക് ശരിക്കും മനസ്സ് വരില്ല. ഇങ്ങനെ ഇന്നലത്തെ ഫുഡെല്ലാം ഇങ്ങനെ കളയൂല, ഞാൻ അധികവും ചൂടാക്കി കഴിക്കൽ തന്നെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.